നമ്മുടെ ഫോണിലേക്ക് എപ്പോഴും വരുന്ന പ്രൊഫഷണൽ മെസ്സേജുകൾ നമുക്ക് വലിയ ശല്യമാണല്ലേ. എന്നാൽ ഫോണിലേക്ക് കടന്നു വരുന്ന ഇത്തരം പ്രൊമോഷണൽ മെസ്സേജുകൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള പദ്ധതിയുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി കൈകോർത്തുകൊണ്ടുള്ള പൈലറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ടെലികോം അതോറിറ്റിയുടെ ഈ നീക്കം. പദ്ധതി പ്രകാരം ചെറിയൊരു വിഭാഗം മൊബൈൽ ഉപയോക്താക്കളിലേക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി SMS വരുമെന്നും അതിൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ട്രായ് അറിയിച്ചിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ഉപഭോക്താക്കൾക്ക് 127000 എന്ന ഷോർട്ട് കോഡിൽ നിന്ന് SMS സന്ദേശം ലഭിക്കും. SMS ലഭിക്കാത്തവർ നിരാശരാകേണ്ടതില്ലെന്നും പദ്ധതിയുടെ പ്രാരംഭമെന്നോളം നിലവിലെ പരിമിതികളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും ട്രായ് വ്യക്തമാക്കിയിട്ടുണ്ട്. ടെലികോം മാനേജ്മെന്റുമായി കണക്ട് ചെയ്യാവുന്ന ലിങ്കും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സന്ദേശവും ഓരോ SMS-ലും ഉൾപ്പെട്ടിട്ടുണ്ടാകും. ഇതുവഴി തങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട ബാങ്ക് നിർദ്ദേശങ്ങളും പ്രൊമോഷണൽ പരസ്യങ്ങളെക്കുറിച്ചും ഉപഭോക്താക്കൾക്ക് അറിയാനാകും. നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് ഉപഭോക്താക്കൾക്ക് തീരുമാനിക്കാം. വ്യക്തിപരവും സാമ്പത്തികവുമായ വിവരങ്ങളെ പദ്ധതിയുടെ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെടുന്നില്ല. ടെലികോം അതോറിറ്റി വ്യക്തമാക്കി. 127000 എന്ന ഷോർട്ട് കോഡിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് മാത്രമേ മറുപടി നൽകാവൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. റിസർവ് ബാങ്കുമായി ട്രായ് കൈകോർത്തുകൊണ്ടുള്ള ഈ പ്രൊജക്ടിൽ 9 ടെലികോം സർവീസ് കമ്പനികളെയും 11 ബാങ്കുകളെയുമാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതുതായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിജിറ്റൽ സംവിധാനം രാജ്യത്തൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിന് മുമ്പായി ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നതുകൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 2026 ഫെബ്രുവരിയോടെ പൈലറ്റ് പ്രോജക്ട് പൂർത്തിയാക്കാനാകുമെന്നാണ് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. 2018 കസ്റ്റമർ പ്രിഫറൻസ് റെഗുലേഷൻസ് നിയമപ്രകാരം തങ്ങൾക്ക് താൽപര്യമുള്ള പ്രൊമോഷണൽ സന്ദേശങ്ങൾ മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉപഭോക്താക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇതത്ര സുഗമമായിരുന്നില്ലെന്നാണ് ടെലികോം അതോറിറ്റിയുടെ പക്ഷം. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുഗമമായി പ്രൊമോഷണൽ മെസ്സേജുകളെ നിയന്ത്രിക്കുന്നതിനായാണ് പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.